വചനിപ്പ് കാലത്തിലെ മൂന്നാം ഞായറാഴ്ച അറിയപ്പെടുന്നത് സക്രിയായോടുള്ള അറിയിപ്പ് എന്ന പേരിലാണ്. ബാല്യകാല സുവിശേഷ വിവരണത്തിലെ ആദ്യ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ വിചിന്തനം. ഹെറോദേസ് യൂദയ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സക്രിയ എന്ന ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അഹറോൻ്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു അവൻ്റെ ഭാര്യ. അവർ ദൈവത്തിൻ്റെ മുൻപിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. എലിസബത്ത് വന്ധ്യയായിരുന്നു. ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു. തൻ്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമമനുസരിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തി വരവേ പൗരോഹിത്യ വിധിപ്രകാരം കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം സമർപ്പിക്കുവാൻ സക്രിയായിക്ക് കുറി വീണു. ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലത്തുവശത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു. അവനെ കണ്ട് സക്രിയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു. ദൂതൻ അവനോട് പറഞ്ഞു, സക്രിയ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്ക് ഒരു പുത്രൻ ജനിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. അനേകർ അവൻ്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. വീഞ്ഞോ മറ്റു ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിൻ്റെ മുൻപേ പോകും. സക്രിയ ദൂതനോട് ചോദിച്ചു, ഞാനിത് എങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞോളുമാണ്. ദൂതൻ മറുപടി പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായ ഈ വാർത്ത നിന്നെ അറിയിക്കാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായിത്തീരും. ഇവ സംഭവിക്കുന്നതുവരെ സംസാരിക്കാൻ നിനക്ക് സാധിക്കുകയില്ല. ജനം സക്രിയായെ കാത്തു നിൽക്കുകയായിരുന്നു. ദേവാലയത്തിൽ അവൻ വൈകുന്നതിനെപ്പറ്റി അവർ അത്ഭുതപ്പെട്ടു. പുറത്തു വന്നപ്പോൾ അവരോട് സംസാരിക്കുന്നതിന് സക്രിയായിക്ക് കഴിഞ്ഞില്ല. ദേവാലയത്തിൽ വെച്ച് അവന് ഏതോ ദർശനമുണ്ടായി എന്ന് അവർ മനസ്സിലാക്കി. അവൻ അവരോട് ആംഗ്യം കാണിക്കുകയും ഊമനായി കഴിയുകയും ചെയ്തു. തൻ്റെ ശുശ്രൂഷയുടെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവൻ വീട്ടിലേക്ക് പോയി. താമസിയാതെ അവൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. 5 മാസത്തേക്ക് അവൾ മറ്റുള്ളവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടി. അവൾ പറഞ്ഞു, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോർ. യോഹന്നാൻ ജനിക്കുമെന്ന് സക്രിയായോടുള്ള അറിയിപ്പിലും യേശു ജനിക്കുമെന്ന് മറിയത്തോടുള്ള അറിയിപ്പും യോഹന്നാനേക്കാൾ വലിയവനായ യേശുവിനെ യോഹന്നാൻ്റെ മുന്നോടിയായി അവതരിപ്പിക്കുന്നതുമാണ് ബാല്യകാല സുവിശേഷത്തിൻ്റെ പ്രത്യേകത. യേശുവിൻ്റെ മുന്നോടിയായി യോഹന്നാൻ ജനിക്കുമെന്ന്
സക്രിയായെ അറിയിക്കുന്നു. ഇസ്മായേൽ, ഇസഹാക്ക്, ജോസിയ, ഇമ്മാനുവേൽ, സോളമൻ എന്നിവരുടെ ജനന അറിയിപ്പ് ബൈബിളിൽ കാണാൻ കഴിയും. സക്രിയ എന്ന അപ്പന് നൽകുന്ന അറിയിപ്പിന് 4 ഭാഗങ്ങളുണ്ട്. 1, രാഷ്ട്രീയ, സാമൂഹിക, കുടുംബ പശ്ചാത്തലം. 2, കർത്താവിൻ്റെ ദൂതൻ്റെ അറിയിപ്പ്. 3, സക്രിയായുടെ ധൂപാർപ്പണ ശുശ്രൂഷയുടെ സമാപനം. 4, ദൈവിക ദൂതിൻ്റെ നിറവേറൽ. ഹെറോദേസ് യൂദയായുടെ രാജാവായിരുന്നപ്പോൾ എന്ന ശൈലിയിൽ യൂദയ അക്കാലത്തെ യഹൂദദേശം മുഴുവനുമാണ്. പഴയ നിയമത്തിൽ ഈ പ്രദേശം കാനാൻ എന്ന പേരിലാണ് അറിയപ്പെടുക. മഹാനായ ഹെറോദേസ് രാജാവ് ഗലീലി, സമറിയ, യൂദയ എന്നിവ ഉൾപ്പെട്ട പാലസ്തീനായെ മുഴുവൻ ഭരിച്ചുകൊണ്ടിരുന്ന കാലം. പുരോഹിത കുടുംബത്തിൽ നിന്നുള്ള യഹൂദ മതസ്ഥരായ ദമ്പതികളാണ് സക്രിയ, എലിസബത്ത് ദമ്പതികൾ. സക്രിയ പുരോഹിതന്മാരുടെ 24 ഗണങ്ങളിലൊന്നായ അബിയ ഗണത്തിൽപ്പെട്ടവനാണ്. എലിസബത്ത് അഹറോൻ്റെ കുടുംബത്തിൽപ്പെട്ടവളാണ്. കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റവിധം പാലിച്ച് ദൈവേഷ്ടപ്രകാരം ജീവിച്ച നീതിനിഷ്ഠർ. ദിക്കായിയോസ് എന്ന പദമാണ് നീതിനിഷ്ഠർ എന്നതിന് ഇവിടെ ഉപയോഗിക്കുന്നത്. നീ എൻ്റെ മുൻപിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. ഉൽപ്പത്തിയുടെ പുസ്തകം 17-ാം അധ്യായം 1-ാം തിരുവചനം ദൈവം അബ്രാഹത്തെ ഓർമ്മിപ്പിച്ച വാക്കുകൾ. എലിസബത്ത് വന്ധ്യ, ഗർഭം ധരിക്കുവാൻ പ്രായം കവിഞ്ഞവൾ. പഴയ നിയമത്തിലെ സാറ, റബേക്ക, റാഹേല്, സാംസന്റെ അമ്മ എന്നിവരെ പോലെ സക്രിയായും പ്രായം ചെന്നവനാണ്. മാനുഷികമായി മക്കളുണ്ടാകാൻ സാധ്യതയില്ല. സന്താനമില്ലായ്മ ദൈവശാപമെന്ന് കരുതുന്ന യഹൂദ സമൂഹം, ദൈവം ശപിച്ചവരെന്ന് സമൂഹം നിന്ദിച്ച ദമ്പതികൾ മക്കളില്ലായ്മയുടെ വലിയ അപമാനം പേറിയവരായിരുന്നു. അപമാനമധ്യത്തിലും സഹനത്തോടെ ദൈവേഷ്ടപ്രകാരം ജീവിച്ച ദമ്പതികൾ സന്താന അനുഗ്രഹത്തിനുള്ളതായ പ്രാർത്ഥന വാർദ്ധക്യത്തിലും തുടർന്നുകൊണ്ടേയിരുന്നു. സഹിക്കുന്ന നീതിനിഷ്ഠർ രക്ഷാവാഗ്ദാന പൂർത്തീകരണമാണ്. സത്യമായും നീതിനിഷ്ഠനായിരുന്ന യേശു പീഡാസഹനത്തിന് നടുവിൽ രക്ഷാകര ബലി പൂർത്തീകരിച്ചു. നീതിനിഷ്ഠനായ ജോബും ദൈവനീതിയെ പ്രതി സഹനത്തെ ചുംബിച്ചു. നീതിനിഷ്ഠൻ്റെ സഹനജീവിതം പരിത്യാഗത്തിൻ്റെയും പാപപരിഹാരത്തിൻ്റെയും ജീവിതമാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പാപപരിഹാര ബലിയിലെ സഹന പങ്കാളിത്തമാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. സക്രിയ പുരോഹിതന് അത്യപൂർവമായി ലഭിച്ച അനുഗ്രഹം ദേവാലയ ധൂപാർപ്പണ ശുശ്രൂഷ. ഒരാഴ്ചയുടെ 7 ദിവസവും കാലത്ത് 3-ാം മണിക്കും, അതായത് നമ്മുടെ രാവിലത്തെ 9-ാം മണി, വൈകിട്ട് 9-ാം മണിക്കും, അതായത് നമ്മുടെ ഉച്ചയ്ക്ക് ശേഷമുള്ള 3-ാം മണി, വിശുദ്ധ സ്ഥലത്ത് അർപ്പിക്കുന്ന ബലികളും ശുശ്രൂഷകളും ദേവാലയത്തിലെ തമീദ് ശുശ്രൂഷകളായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. ജെറുസലേമിൽ മാത്രം അക്കാലത്ത് 20,000-ഓളം പുരോഹിതന്മാരുണ്ടായിരുന്നു. 24 ഗണം പുരോഹിത ഗണത്തിൽ നിന്ന് ഒരാഴ്ചത്തെ ധൂപാർപ്പണത്തിനായി നറുക്കിട്ട് തീരുമാനിക്കുന്ന രീതി ഒരു ജീവിതകാലത്ത് ഒരാൾക്ക് അത്യപൂർവമായി മാത്രം ലഭിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയാണ്. ഗബ്രിയേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം
വലിയവനാണ് എന്നാണ്. 7 പ്രധാന മാലാഖമാരിൽ ഒരുവനായ ഗബ്രിയേൽ ദേവാലയ ശുശ്രൂഷ സമയത്ത് പ്രത്യക്ഷപ്പെട്ട് പുത്രൻ ജനിക്കുമെന്ന സന്തോഷ വാർത്ത സക്രിയയെ അറിയിക്കുന്നു. മറിയത്തിന് പ്രത്യക്ഷനായി മെശിഹായുടെ ജനനം അറിയിക്കുന്നതും ഗബ്രിയേൽ ദൂതനാണ്. വിശുദ്ധ സ്ഥലത്തിന് പുറത്ത് ജനം ദൈവ ശുശ്രൂഷ സ്വീകാര്യമാകുന്നതിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാരുണ്യവാനായ ദൈവം വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് തൻ്റെ ജനത്തിൻ്റെ അർപ്പണം കൃപാപൂർവം സ്വീകരിക്കട്ടെ എന്നാണ് അവർ പ്രാർത്ഥിച്ചത്. ദേവാലയ ശുശ്രൂഷ ലൈത്തൂർഗിയ എന്ന ഗ്രീക്ക് പദം പൗരോഹിത്യ ശുശ്രൂഷയെ സൂചിപ്പിക്കാനായി ഉപയോഗിക്കുന്നു. ബലിപീഠത്തിൻ്റെ വലത്തുവശത്ത് നിൽക്കുന്ന കർത്താവിൻ്റെ ദൂതൻ ദൈവസന്നിധിയിൽ അധികാരമുള്ള ഗബ്രിയേൽ ദൂതനാണ്. ദൈവിക പ്രത്യക്ഷപ്പെടലിന് മുൻപിൽ പുരോഹിതൻ മനുഷ്യ സഹജമായി അസ്വസ്ഥനാവുകയും ഭയചകിതനാവുകയും ചെയ്തു. ഗബ്രിയേൽ മാലാഖ ധൈര്യപ്പെടുത്തി, ഭയപ്പെടേണ്ട, ദൈവിക ആശ്വാസദൂത് നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. സക്രിയ തൻ്റെ ദാമ്പത്യ ജീവിതത്തിലുടനീളം വാർദ്ധക്യം വരെയും നടത്തിയ പ്രാർത്ഥന കേൾക്കപ്പെട്ട ദേവാലയ ശുശ്രൂഷയുടെ സമയമാണിത്, ആരാധനയുടെ സമയമാണിത്. ജനിക്കാൻ പോകുന്ന പുത്രൻ്റെ പേരും ദൗത്യവും പറഞ്ഞു കൊടുക്കുന്ന ദൂതനെ നമുക്കിവിടെ കാണാൻ കഴിയും. യോഹന്നാൻ എന്ന പേരിൻ്റെ അർത്ഥം കർത്താവ് കാരുണ്യവാനാണ് എന്നാണ്. സക്കറിയ എന്ന പേരിൻ്റെ അർത്ഥം ദൈവം ഓർത്തു എന്നാണ്. എലിസബത്ത് എന്ന പേരിൻ്റെ അർത്ഥം എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിലാണ് പ്രതിജ്ഞ ചെയ്യേണ്ടത്, എൻ്റെ ദൈവം സമ്പൂർണതയാണ് എന്നാണ്. ദൈവം വാഗ്ദാനം ഓർത്തു കരുണ ചെയ്തു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്ക് ഒരു പുത്രൻ ജനിക്കും. മനുഷ്യൻ അസാധ്യമായത് ദൈവത്തിന് സുസാധ്യമാണ് എന്ന വലിയ പാഠം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. വന്ധ്യത്വത്തെയും വാർദ്ധക്യത്തെയും ജയിച്ച ദൈവിക വാഗ്ദാനം പുരോഹിതൻ്റെ വിശ്വാസം ഉണർത്തുന്നതാണ്. അബ്രഹാം, സാറ, ഏൽക്കാന, ഹന്ന ദമ്പതികൾക്ക് മക്കളെ ദാനമായി നൽകിയ അനുഗ്രഹിച്ച ദൈവത്തിലുള്ള വിശ്വാസം പുരോഹിതനിൽ പുനർജീവിക്കണം, ജനത്തിൽ വിശ്വാസ വളർച്ചയാകണം. ശിശുവിന് പേരിടുക എന്നത് പിതാവിൻ്റെ അവകാശമാണ്, ദൈവിക വാഗ്ദാനത്തിൻ്റെ തിരിച്ചറിവാണ്. നിനക്ക് ആനന്ദവും സന്തോഷവും ഉണ്ടാകും എന്നത് കേവലം ഒരു പിതാവിൻ്റെ സന്തോഷം മാത്രമല്ല, ദാവീദ് ഭവനത്തിൻ്റെയും ഇസ്രായേൽ ജനതയുടെയും സന്തോഷമാണ്. അനേകർ അവൻ്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. ദാവീദ് ഭവനത്തിൽ രക്ഷകനെ ഉയർത്തുന്ന യോഹന്നാൻ യേശുവിന് മുൻപേ പോയി യേശുവിനായി വഴിയൊരുക്കി. ദൈവത്തിനായി വഴിയൊരുക്കുന്നവൻ, ജനത്തിൻ്റെ ദൈവ ശുശ്രൂഷയ്ക്കായി മുൻപേ നടക്കുന്നവൻ, ഭവനങ്ങളിൽ രക്ഷകനെ ഉയർത്തുന്നവൻ, ഭവനങ്ങളുടെയും ജനതയുടെയും അനുഗ്രഹവും സന്തോഷവുമാണ്. അതിൻ്റെ പേരാണ് പൗരോഹിത്യ ശുശ്രൂഷ. കർത്താവിൻ്റെ സന്നിധിയിൽ, കർത്താവിൻ്റെ ദൃഷ്ടിയിൽ അവൻ എപ്പോഴും വലിയവനായിരിക്കും. പ്രവാചകനേക്കാൾ വലിയവനാണ് യോഹന്നാൻ എന്നും സ്ത്രീകളിൽ നിന്നു ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ലെന്നും യേശു സ്ഥിരീകരിക്കുന്നത് യോഹന്നാൻ്റെ ജീവിതവും ദൗത്യവും ആധാരമാക്കിയാണ്. ശമൂവേലിനെയും സാംസനെയും പോലെ കർത്താവിനായി വേർതിരിക്കപ്പെട്ട ഒരു യോഗിയാണ് യോഹന്നാൻ. അമ്മയുടെ എലിസബത്തിൻ്റെ ഉദരത്തിൽ വെച്ചു തന്നെ ലഭിച്ച പരിശുദ്ധാത്മ നിറവായിരുന്നു
യോഹന്നാൻ്റെ പ്രവർത്തന ശക്തിയും ജീവിത സാക്ഷ്യ ധീരതയും. മനുഷ്യന് ലൗകിക സന്തോഷവും ഉത്തേജനവും നൽകുന്ന ലഹരി പാനീയങ്ങളെ വർജിച്ച വ്രതനിഷ്ഠനായ യോഹന്നാൻ്റെ ലഹരി പരിശുദ്ധാത്മ ലഹരിയായിരുന്നു. നാസീർ എന്ന യഹൂദ വ്രതപ്രകാരം ദൈവ ശുശ്രൂഷയ്ക്കായി സമർപ്പിക്കപ്പെട്ടവനാണ് യോഹന്നാൻ. ഇസ്രായേലിൽ അനേകരെ മാനസാന്തരപ്പെടുത്തി വിഗ്രഹാരാധനയിൽ നിന്നും പാപജീവിതത്തിൽ നിന്നും മോചിപ്പിച്ച ദൈവസ്നേഹത്തിൻ്റെ പുരോഹിതൻ. ദൈവസ്നേഹത്തിലേക്കും ദൈവ ശുശ്രൂഷയിലേക്കും ഏലിയായുടെ ചൈതന്യത്തോടെ പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ തിരിച്ചുവിട്ട പുരോഹിതൻ. നീതിനിഷ്ഠരുടെ വിവേകം ജ്ഞാനസ്നാനത്തിലൂടെ യേശുവിനെ സ്വീകരിച്ച് ദൈവഹിതം നിറവേറ്റുകയാണ്. പാപമോചനത്തിനുള്ള മാനസാന്തരത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ച യോഹന്നാൻ കർത്താവിനെ സ്വീകരിക്കുവാൻ അനേകരെ മാനസാന്തരപ്പെടുത്തി. മാനസാന്തരപ്പെട്ടവരിലേക്ക് കടന്നു വരാൻ കർത്താവിന് വഴിയൊരുക്കി. ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കർത്താവിന് മുമ്പേ പോകുന്ന യോഹന്നാൻ പിന്നാലെ വരുന്ന യേശു യുഗാന്ത മശിഹായാണെന്ന് ഓർമ്മപ്പെടുത്തുന്ന തീഷ്ണത നിറഞ്ഞ പുരോഹിതനാണ്. യോഹന്നാൻ്റെ ഭക്ഷണവും ജീവിതവും വസ്ത്രവും വ്രതനിഷ്ഠയും അവനിലെ പ്രേക്ഷിതനെ ഉണർത്തി. അനുതാപം പ്രസംഗിക്കുകയും ഇസ്രായേൽ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുകയും തകർന്ന കുടുംബങ്ങളെ സുഖപ്പെടുത്തുകയും ചെയ്യാനുള്ള ദൗത്യമാണ് യോഹന്നാനിൽ നിറവേറുന്നത്. ദൈവ ശുശ്രൂഷകനായിരുന്നിട്ടും തൻ്റെയും ഭാര്യയുടെയും പ്രായത്തെ പ്രതി ദൈവിക വാഗ്ദാനത്തെ അവിശ്വസിക്കുന്ന സക്രിയ പുരോഹിതന് നൽകപ്പെടുന്ന ഉത്തരമാണ് ദൂതൻ്റെ പേരും സ്ഥാനവും ഇപ്പോഴത്തെ ദൗത്യവും സക്രിയായിക്കുള്ള ശിക്ഷയും. 3 കാര്യങ്ങളാണ്. 1 ദൂതൻ്റെ പേര്, 2 ദൂതൻ്റെ സ്ഥാനം, 3 ദൂതൻ്റെ ഇപ്പോഴത്തെ ദൗത്യം, 4 സക്രിയായിക്കുള്ള ശിക്ഷ. പേര് ഗബ്രിയേൽ, അർത്ഥം ദൈവത്തിൻ്റെ മനുഷ്യൻ. സ്ഥാനം ദൈവസന്നിധിയിൽ നിൽക്കുന്നവൻ, അതിനർത്ഥം ദൈവസന്നിധിയിൽ പ്രത്യേക ശുശ്രൂഷ നിർവഹിക്കുന്നവൻ എന്നാണ്. ധൂപാർപ്പണം കഴിഞ്ഞ് മടങ്ങി വന്ന് വെളിയിൽ കാത്തു നിൽക്കുന്ന ജനത്തിന് അഹറോൻ്റെ അനുഗ്രഹം നൽകി ശുശ്രൂഷ പൂർത്തിയാക്കേണ്ടുന്ന പുരോഹിതൻ വിശുദ്ധ സ്ഥലത്തു നിന്ന് ഇറങ്ങി വരാൻ വളരെയധികം വൈകി. ശിമയോൻ എന്ന പുരോഹിതൻ യേശുവിൻ്റെ മാതാപിതാക്കളെ അനുഗ്രഹിച്ചു. യേശു ക്രിസ്തു തൻ്റെ ഇഹലോക പൗരോഹിത്യ ശുശ്രൂഷ പൂർത്തീകരിച്ചത് കൈകൾ ഉയർത്തി തൻ്റെ ശിഷ്യരെ അനുഗ്രഹിച്ചുകൊണ്ടാണ്. സ്വർഗാരോഹണം. കരങ്ങൾ ഉയർത്തി അനുഗ്രഹിക്കുന്നത് പുരോഹിത അനുഗ്രഹമാണ്, പൗരോഹിത്യ ശുശ്രൂഷയാണ്. നീതിനിഷ്ഠനായിരുന്ന സക്രിയായുടെ അപൂർണമായിരുന്ന പൗരോഹിത്യ ശുശ്രൂഷ സത്യമായും നീതിനിഷ്ഠനായിരുന്ന യേശു എന്ന മഹാപുരോഹിതൻ പെസഹ എന്ന സന്ധ്യാബലിയിൽ പൂർത്തീകരിച്ചതാണ് പുതിയ നിയമ പൗരോഹിത്യം. ബലിപീഠത്തിൽ നിന്ന് ദൈവിക ദർശനം സ്വീകരിച്ച് വൈകി വന്ന പുരോഹിതൻ ആംഗ്യം കാണിക്കുകയും ഊമനായി കാണപ്പെടുകയും ചെയ്തു. കോഫോസ് എന്ന ഗ്രീക്ക് വാക്കിന് ഊമൻ എന്നും ചെകിടൻ എന്നും അർത്ഥമുണ്ട്. ശിശുവിന് നൽകേണ്ട പേര് അയൽക്കാരും ബന്ധുക്കളും ആംഗ്യം കാണിച്ച് ചെകിടനായ സക്രിയായോട് ചോദിച്ചു. ദൈവസ്തുതി ഉതിർത്ത പുരോഹിതൻ്റെ അധരം അവിശ്വാസത്താൽ അടയ്ക്കപ്പെട്ടു. ഇമ്പകരമായ ആരാധനയുടെ സ്വർഗീയ സംഗീതം ആസ്വദിച്ച പുരോഹിതൻ്റെ ചെവികൾ അവിശ്വാസത്താൽ അടയ്ക്കപ്പെട്ടു.
കണ്ണുകൾ കണ്ട ദൈവിക ദർശനം മനനം ചെയ്യുന്നതിനായി പുരോഹിതൻ്റെ അധരങ്ങൾ മൗനമാക്കപ്പെട്ടു. ലോകത്തിൻ്റെ വാർത്ത ദൈവിക ദൂതനെ മലിനമാക്കാതിരിക്കുന്നതിന് പുരോഹിതൻ്റെ ചെവികൾ അടയ്ക്കപ്പെട്ടു. ഊമനായി കഴിഞ്ഞ സക്കറിയ മൗനമായി കർത്താവിനെ വാഴ്ത്തുകയായിരുന്നു എന്ന് വിശുദ്ധ അപ്രയും വ്യാഖ്യാനിക്കുന്നുണ്ട്. പുരോഹിതൻ്റെ അധരങ്ങൾ തുറക്കപ്പെട്ടത് ദൈവസ്തുതിക്കായിട്ടാണ്. സക്കറിയ വായ് തുറന്ന് വാഴ്ത്തലിൻ്റെ ഗാനം ആലപിച്ചു. സക്കറിയ യൂദയായിലെ മലമ്പ്രദേശത്തുള്ള തൻ്റെ വീട്ടിലേക്ക് പോയത് ദൈവ ശുശ്രൂഷയുടെ നാളുകൾ തികച്ചതിന് ശേഷമാണ്. സക്കറിയ വീട്ടിലെത്തി താമസിയാതെ എലിസബത്ത് ഗർഭിണിയായി. 5 മാസത്തേക്ക് എലിസബത്ത് മറ്റുള്ളവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടി എന്ന വചനം പറയുന്നത്. 5 മാസം ദൈവിക പ്രവൃത്തിയെ ധ്യാനിച്ച എലിസബത്ത് 6-ാം മാസം മറിയത്തെ കണ്ടുമുട്ടുന്ന മഹാഭാഗ്യ സംഭവം ഉണ്ടാവുന്നു. മക്കളില്ലാതിരുന്ന തൻ്റെ അപമാനം കർത്താവ് കരുണ കാണിച്ചു നീക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞ് കർത്താവിനെ നന്ദി അർപ്പിക്കുന്ന എലിസബത്തിനെയാണ് നാം ഇവിടെ കാണുന്നത്. അനുദിനം നമ്മെ നടത്തുന്ന ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി.